ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എമിറേറ്റ്സ് പാർക്ക് സൂ ഉണ്ട് ഇവിടെ അബുദാബിയിൽ. കുറേ ദിവസമായി അവിടെ പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ബ്രദർ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു അജ്മാനിന്ന്. അപ്പോൾ ഓൻ വന്ന സ്ഥിതിക്ക് ഏതായാലും ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് സാറ്റർഡേ നൈറ്റാട്ടോ ബ്രദർ വന്നത്. അപ്പോൾ ഇത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏകദേശം 1 മണിയായി തോന്നുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂവിലേക്ക് പോകലാട്ടോ. ബ്രദർ കാറ് അങ്ങോട്ട് പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഐസു ഓൾറെഡി ഓൻ്റെ കൂടെ കാറിലുണ്ട് കേട്ടോ. ഓൻ്റെ കൂടെ പോയതാണ് കാർ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ മുന്നിൽ ഇരുത്താൻ പാടില്ലല്ലോ കുട്ടികളെ, ഒന്നിച്ചിട്ട് ഇരുത്താൻ പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. അങ്ങനെ പിന്നെ ഐസുവിനെ ബാക്കിലൊക്കെ ഇരുത്തി അങ്ങനെ നമ്മളിവിടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഇവൾക്കാണ് കേട്ടോ. ഐസിന് ഭയങ്കര സന്തോഷം പുറത്ത് പോകലോ കറങ്ങലൊക്കെ. ഒന്നാമത് ബ്രദർ വന്നുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാളുള്ളത്, ഭയങ്കര ഇഷ്ടം. അങ്ങനെ സൂവിലേക്ക് പോകാൻ കേട്ടോ. ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സോളം പോകാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പോവുകയാണ്. ഇതാണ് ഗായ്സ് നമ്മൾ അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിങ്. അപ്പോൾ അത് കണ്ടിട്ട് ജസ്റ്റ് ആ വീഡിയോ എടുത്തത് കേട്ടോ. ഇതാണ് ഇവിടുന്ന് പൈനാപ്പിളിൻ്റെ മോഡലുള്ള ബിൽഡിങ്. പൈനാപ്പിൾ ബിൽഡിങ് എന്നാട്ടോ ഇതിന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുക. ഇവിടെ അബുദാബിയിലുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഇതൊക്കെ. ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ബിൻ മൊസ്ക്യു. അവിടെ പോയിരുന്നു. ഇത് ദൂരത്ത് നിന്ന് കാണാൻ തന്നെ ഇത്ര നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അടുത്തുനിന്ന് അടിപൊളി കേട്ടോ. ഞാൻ പോയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി പോകുന്നുണ്ടെങ്കിൽ വീഡിയോയിലെടുത്ത് കാണിച്ചു കേട്ടോ. അങ്ങനെ 3/4 മണിക്കൂർ തോട്ടത്തിന് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി, സൂവിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പാർക്കിംഗ് നോക്കിയിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. പാർക്കിങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെത്തിയത് ഏകദേശം ഒരു ഉച്ച ടൈമാട്ടോ. നട്ടുച്ച ടൈമാണ് നമ്മളെത്തിയത്. അന്നേരം റഷ് അത്ര ഉണ്ടായിട്ടില്ല. നമ്മൾ ഇറങ്ങുന്ന ടൈമായിരുന്നു ആൾക്കാരൊക്കെ വരുന്നുണ്ടായത്. അപ്പോൾ നമുക്ക് അവിടെ മുന്നേ തന്നെ പാർക്കിംഗ് കിട്ടിയിരുന്നു കേട്ടോ. അധികം നടക്കാനുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഉച്ച ടൈം എത്തിയേനെ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഇവിടെ കാലാവസ്ഥ മാറിയില്ല, ചൂട് തുടങ്ങി. അപ്പോൾ നല്ല വെയിലുള്ള സമയമായിരുന്നു. 2:30 മണിക്കായിരുന്നു ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഐസുവിൻ്റെ സ്ട്രോളർ എടുത്തത് എന്തോ നന്നായി. ഒന്നാമത് ആ വെയിലത്ത് ഇവൾക്ക് എന്തായാലും മോൾക്കൊന്നും നടക്കാൻ കഴിയില്ല, വെയിലല്ലേ. പിന്നെ തട്ടി നടക്കലെന്ന് പറഞ്ഞാൽ അത് തട്ടി നടക്കുന്ന ആൾക്ക് ക്ഷീണമാവും. അങ്ങനെ വെയിലായിരുന്നു. അതുകൊണ്ട് അവളുടെ സ്ട്രോളർ എടുത്തത് എത്രയോ നന്നായി. പിന്നെ അതിന് കവറിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്ത് എടുത്ത്. പിന്നെ അവൾ അതിലിരുന്നിട്ടില്ല കേട്ടോ. പിന്നെ മൃഗങ്ങളെല്ലാം കണ്ടേറോ അവളൊക്കെ ഇന്ന്. അപ്പോൾ നമ്മളിതാ ടിക്കറ്റ് എടുക്കുകയാണ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോകലാട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊക്കെ കണ്ടത് ആമയാട്ടോ. വലിയ ആമയായിരുന്നു. ഭയങ്കര വലിപ്പുണ്ടായത് കേട്ടോ. ഇത്ര വലിയ ആമനെ ആദ്യമായിട്ട് കാണുന്നത്. സാധാ ചെറിയ ചെറിയ ആമനൊക്കെ കാണലുണ്ട്.
നല്ല വലിയ ആമയായിരുന്നു കേട്ടോ. അർജാനയൊക്കെ ഇതിനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഐസുവിനോട് കൂടി ചോദിക്കുന്നുണ്ട് തൊടുന്നുണ്ടോ. അവൾക്ക് തൊടാൻ താല്പര്യമൊന്നുമില്ല, പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് ആമനൊക്കെ കാണാം കേട്ടോ. പിന്നെ അതിനിപ്പുറം തന്നെ ഒരു കുറേ നമ്മളെ താറാവില്ലേ, അതിൻ്റെ തന്നെ കുറേ ഇതിൽ നല്ല അടിപൊളി ആംബിയൻസ് എല്ലാം ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. താറാവൊക്കെ നീന്തിയിട്ട് ഇരുന്നാണ് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കലാട്ടോ ഐസു. പിന്നെ ഗായ്സ്, ഇത് കുറച്ച് ലെങ്താണെന്ന് വെച്ചാൽ ഞാൻ പരമാവധി എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സൂവിൽ ഏകദേശം എല്ലാ മൃഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് ഇത് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ പരമാവധി ഫുള്ളായിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. നല്ല രസമുണ്ട്. ഇതിലെല്ലാ മൃഗങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തത്, അതുകൊണ്ട് കുറച്ച് വീഡിയോ ലെങ്താണ്. അങ്ങനെ പിന്നെ ഓരോരോ മൃഗങ്ങളെല്ലാം കാണാൻ തുടങ്ങി. ഇവിടെ ഇതിനൊക്കെ കണ്ടൊരു ഏറ്റവും കൂടുതൽ സന്തോഷം ഐസുവിനാട്ടോ ഉണ്ടായത്. ഐസുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഐസുവിന് അത് ഓരോരോ മൃഗങ്ങളെയും കാണുമ്പോൾ ഐസുവിന് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്താ ഗൈസ്, ഇതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പേരൊക്കെ നോക്കിനെ, അത് പിന്നെ അറിയാമല്ലോ, സ്വാഭാവികം. എനിക്ക് സത്യം പറയാല്ല പേര് നോക്കാനും താല്പര്യം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൃഗങ്ങളെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണും, അത്രയേ ഉള്ളൂ. അവിടെ എല്ലാത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറയുന്നതിനെന്താ, എനിക്കതൊന്നും നോക്കി എനിക്കത് ചിലത് മാത്രം ഒരു കൗതുകം തോന്നിയിട്ട് പേര് നോക്കുന്നല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ഉപ്പയും മോള് നല്ല ഫോട്ടോഷൂട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ അവിടെ അവരെന്തോ ആമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ. അപ്പോൾ ഐസുവിന് ഭയങ്കര പേടി അത് കണ്ട് ഒറ്റയ്ക്ക് പോയി ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അർജാനയൊക്കെ പോയാലോ അവളും കൂടി പോയി ഇരുന്ന് ഫോട്ടോ എടുത്താട്ടോ. അപ്പോൾ ഇവിടെ ചിൽഡ്രൻസിനൊക്കെ കളിക്കേണ്ട ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഐസുവിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നെന്താ അറിയില്ല, അതൊന്നും താല്പര്യമേ ഇല്ല. ഇതൊക്കെ കാണാൻ അവൾക്ക് ഇങ്ങനെ ഈ മൃഗങ്ങൾ ജീവികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ആ ഭാഗത്തേക്കേ അവൾ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ ഇഗ്വാന ഇല്ലേ, അതിൻ്റെ ഓരോരോ ടൈപ്പാട്ടോ. ഇതാ പാമ്പും ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ പാമ്പ്. പക്ഷെ എനിക്ക് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സാധനമാണ് ഈ പാമ്പ്. ഇങ്ങനെയൊക്കെ പോയിട്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളവിടെ ഉണ്ട് സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ, അവിടെ ഇങ്ങനെ ഇത് കാണാൻ പോക്കുണ്ട്. പാമ്പിനെ കാണാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ കാണാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്കതിന് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഇത്. ഗായ്സ്, അനാക്കോണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നേരം അനാക്കോണ്ടനെയും കണ്ട്, ഫിലിമിലൊക്കെ വലിയ അനാക്കോണ്ടനെ കണ്ടിന്, ഇവിടെ ചെറിയ അനാക്കോണ്ട കേട്ടോ. അങ്ങനെ ഇതാ പാമ്പും ഉണ്ട്. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ഈ പാമ്പ്. അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നാലെല്ലാം ഭയങ്കര കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും അനങ്ങുന്നില്ല ഗൈസ്. എല്ലാം നല്ല, നമ്മൾ ആ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. എല്ലാം നല്ല സുഖമായിട്ട് ഉറങ്ങുകയും തോന്നും. ആരൊന്നും അനങ്ങുന്നേ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് ഇത് ഫിഷിൻ്റെ സെക്ഷൻ കേട്ടോ. കുറേ തരം ഫിഷിനെ കണ്ടു കേട്ടോ. നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
കുറേ മോഡൽ ഫിഷിനെ കണ്ടു. ഫിഷ് എന്ന് പറഞ്ഞാൽ ഐസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഫിഷിനെല്ലാം ഇങ്ങനെ വളർത്താനും ഇതിനെല്ലാം ഭയങ്കര കാര്യമാണ് കേട്ടോ ഐസുവിന്. ഇവിടെ വലിയ വലിയ ഫിഷ് ഉണ്ട്, ചെറിയ തരം ഫിഷ് ഉണ്ട്, എല്ലാ മോഡലും ഫിഷ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ കാണുന്ന ഫിഷിന് നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. ഇത് മറ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഫിഷില്ലേ, അതാ. ഇത് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ ചെറുതുണ്ടായി, നമ്മളവിടെ പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയിരുന്നു. അപ്പോൾ ചെറുതിനൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ വലിയ വലിയ മോഡലാട്ടോ. ഇതുണ്ടോ ഗൈസ്, തവള തന്നെ. ഇതെന്തോ ഒരു വർഗത്തിൽപ്പെട്ട തവള. നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഗൈസ് ഈ ഫിഷിനെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് നമ്മളെ ഫിലിമിനെല്ലാം കാണുന്ന ഫിഷില്ലേ, ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഫിഷ്. കാണാനും നല്ല രസമല്ലേ. അങ്ങനെ ഫിഷിനൊക്കെ കണ്ടിറങ്ങിയ ശേഷം പിന്നെ കുരങ്ങാട്ടോ നമ്മളെല്ലാം സോറി മങ്കി കുരങ്ങന്മാരാട്ടോ ഫുള്ളി കൂട്ടിലുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ അടി അപ്പുറം ഇപ്പുറം തമ്മിലടി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളടിയും കുഴപ്പും ഒച്ചപ്പാടും. ഇവിടെ എത്തിയൊരു ഭയങ്കര ഒച്ച. നോക്കുമ്പോൾ ഈ കൂട്ടിൽ ഫുള്ള് കുരങ്ങന്മാരാട്ടോ. ഫുള്ള് അടിയുന്നത് വീടുണ്ട് കേട്ടോ, കണ്ടോ അടിയുന്നതെല്ലാം കണ്ടോ. പിന്നെ ഇതൊരു വേറെ ടൈപ്പ് കുരങ്ങനാട്ടോ. അത് പിന്നെ സൈലൻ്റാണ്. രണ്ടെണ്ണം മറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു അതിൽ. മറ്റേത് വലുതാട്ടോ. പിന്നെ ഇപ്പുറം കാണുന്നത് ചെറുതാണ്. ഇത് കാണുന്നത് വലുതാട്ടോ. രണ്ടൊന്നല്ല രണ്ടിലധികം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് ഫുള്ള് ആടിൻ്റെ സെക്ഷൻ കേട്ടോ. പലതരം ആടിനെല്ലാം കണ്ടിന്, പല മോഡലിലുള്ള ഫുൾ ആടിൻ്റെ സെക്ഷൻ കേട്ടോ ഇതെല്ലാം. അവിടെ ആടിൻ്റെ നെയിലൊക്കെ അവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ക്ഷീണമായി. പിന്നെ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ട് പിന്നെ അർജാനൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുക കുറച്ച് സമയം, ഐസ്ക്രീമെല്ലാം കുടിച്ചിട്ട് ബാക്കി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരിക്കില്ല കേട്ടോ. അതിനിടയ്ക്ക് ഐസ്ക്രീമും അങ്ങനെ അർജാനയൊക്കെ പോയി. ഇവിടുന്ന് കണ്ടോ ഒരാളെ പണി. അവിടെ ഫുള്ള് താറാവും പിന്നെ പ്രാവും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് അവരെ ഭക്ഷണം കഴിക്കാൻ വിടാണ്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. തൊടൊന്നും ചെയ്യില്ല, ഭയങ്കര പേടി, പക്ഷെ തൊടുന്ന പോലാക്കിയിട്ട് ഓടും. അങ്ങനെ അവൾ അവിടുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഐസ്ക്രീമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആശ്വാസമുണ്ട് ഇത് ചൂടിൻ്റെ ഇതിൽ. ഈ ഐസ്ക്രീം കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടിയിരുന്നു. അങ്ങനെ ഇത് ഐസ്ക്രീമെല്ലാം കുടിച്ചിട്ട് ഇതാ അടുത്തത് കാണാൻ ഇറങ്ങി കേട്ടോ.
പിന്നെ ഇവിടെ ബേർഡ്സ് ആട്ടോ, ഇത് സംസാരിക്കുന്ന ബേർഡാട്ടോ, പക്ഷേ എല്ലാവരും ഹായ് എല്ലാം ആക്കുന്നുണ്ട്, ആരും പ്രതികരിക്കുന്നൊന്നുമില്ല. അല്ല സോറി, ബേർഡ് തിരിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല. അർദാനയാക്കി ഹായ് ആക്കുന്നുണ്ടായിന്. ഹലോ. പിന്നെ കണ്ട് അടിപൊളി കാഴ്ചട്ടെ ഗൈസ്. ഇത് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ പീക്കോക്ക്, ഞാൻ വിചാരിച്ചു ഇത് പ്രതിമയായിരിക്കും, വയ്യല്ല അത് അനങ്ങുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ പീക്കോക്ക് കേട്ടോ. ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരുന്ന് നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് സമയം നോക്കി മയിൽപ്പിലി വിടർത്തു, പക്ഷേ അതൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല. പിന്നെ അവിടെ നിന്ന് വന്നു. പിന്നെ ഇവിടെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം ആക്കി വെച്ചിട്ടോ. പിന്നെ അതിനുള്ളിൽ എന്ത് സംഭവം എന്ന് വെച്ച് കയറി നോക്കുമ്പോൾ നമ്മളെ ലിയോൻ്റെ സിനിമയില്ലേ വിജയിൻ്റെ, അതിലുണ്ടായ ഒരു ഹൈനയില്ല അതാട്ടോ അത്. പക്ഷെ അത് അങ്ങ് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയായതുകൊണ്ട് എല്ലാവരും ഉച്ച മയക്കത്തില്ല, അതങ്ങ് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഹൈനൻ്റെ തന്നെ 2 മോഡലാണ് മറ്റും ഉണ്ടായിന്. പിന്നെയാണ് ഗായ്സ് ഒരു സംഭവം കണ്ടത്, വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനത്തിന് ഞാൻ കാണുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിതാ പുലിനൊക്കെ, അതും ഇത് വൈറ്റാട്ടോ ടൈഗർ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടില്ല അല്ലേ പൂച്ചല്ലേ? പൂച്ച അബുദാബിയിൽ എവിടെ ഇരിക്കുന്നു? ഫോട്ടോ ഒന്നിച്ചിരുന്നിട്ട് പിന്നെ അതൊക്കെ കണ്ടിറങ്ങി. അടുത്തതായിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്ഥല സെറ്റപ്പെല്ലാം ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അർദാനയൊക്കെ 2-3 ഫോട്ടോസ് എല്ലാം എടുത്ത്. പിന്നെ അടുത്തതായിട്ട് പിന്നെ ജിറാഫാട്ടോ ഇവിടെ കാണുന്നത്. അങ്ങനെ ജിറാഫിനെയും കണ്ട് ഗായ്സ് ഒടുവിൽ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കാണുമ്പോൾ പ്രതിമ പോലെ ഉണ്ടല്ലേ, പക്ഷേ അത് ഒറിജിനൽ ജിറാഫാണ്. അങ്ങനെ ഇപ്പം അതിനെ കാണാം കേട്ടോ. പിന്നെ അവിടെ നല്ല ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ നടക്കാനുണ്ടല്ലോ, അപ്പോൾ ഓരോരോ സ്ഥലത്ത് വരുമ്പോൾ നല്ല ഇരിക്കാനായിട്ടുള്ള സ്പേസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എഴുതിയാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പിന്നെ മൃഗങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പിന്നെ ഐസൂര് ഒരേ കുഴപ്പം കൊടുക്കണം, ആർക്കും കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. പൊട്ടാമസിൻ്റെ ഈ ബീഫിന് 16 രൂപ. ഞാൻ കൊടുക്കുന്ന ആരും എടുക്കൂല. ഇത് ഇതിന് കൊടുക്കുന്ന ഫുഡാ, ഇതിന് മാത്രം കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന എടുത്തിനാ. വിളിക്കുന്നപ്പാ ഇപ്പോഴത്തെ വൈറ്റ് കുതിരക്ക് അതുപോലെയൊക്കെ ഫുഡ് എടുക്കുമ്പോൾ മറ്റേത് വിളിക്കുന്നത് കേട്ടോ കാണിച്ചത്. മറ്റേത് ഇതിൽ തട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നത് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പം പൊട്ടാത്ത കേട്ടോ. അതിന് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കലുണ്ട്, പക്ഷേ അതിന് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ചാർജസ് എല്ലാം കൊടുക്കണം. എന്നിട്ട് അത് ഉള്ളിൽ കയറിയിട്ട് അതിന് ഫുഡ് കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒട്ടകമാണ്.
അപ്പോൾ അതിനും അങ്ങനെ ആൾക്കാരൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഗൈസ് ഒറിജിനലാണ്. കണ്ട പറയില്ലല്ലോ എന്തോ ഓക്സിജൻ എടുക്കുന്നതെന്നല്ല അന്ന് അർജാനൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല, ആയിരിക്കും. പിന്നെ ഇതാ അടുത്ത പിരാന്ത് കുതിര റൈഡ്, ഹോഴ്സ് റൈഡിന് കയറണം എന്നിട്ട് അങ്ങനെ അവരെല്ലാം അവിടെ കയറാൻ നിന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നല്ല തണൽ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ പോയി ഇരിക്കലാം. സത്യം പറയല്ല ഗൈസ്, ഭയങ്കരമായിട്ട് ക്ഷീണമായി. ഒന്നാമത് ചൂടും ഇതിൻ്റെ മുഖയിൽ ഫുള്ള് ചുവപ്പടിച്ച്. പക്ഷേ ഓൾക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല, ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ അവർ ഹോഴ്സ് റൈഡിന് വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. താർദാനയൊക്കെ കയറിയിട്ടുണ്ട് പോയെന്ന്. പിന്നെ അവരെല്ലാം കയറിയുണ്ട്. പിന്നെ ഇവൾക്ക് ഭയങ്കര കുഴപ്പം, ഇവൾക്കും കയറണം എന്നിട്ട്. അപ്പോൾ അവിടെ ചെറുതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അവളെ കയറ്റിയിട്ട് ഇതാ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ട് ഇതാ പൈത്തനാന്ന് തോന്നിട്ടാ, അതന്നെയാന്ന് തോന്നുന്നു. അങ്ങനെ അത് കാണുന്നുണ്ട്. ഇത് വലിയ പാമ്പൊക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ്. ഇതിങ്ങനെ ചോദിക്കും പാമ്പ് കൊടുത്തു അവർക്കത് കണ്ടിട്ട് മനസ്സിലായില്ലാണ്ട് പറഞ്ഞു കൊടുക്കണ്ടട്ടെ ഇത് പാമ്പാന്ന്. അടുത്തതായിട്ട് ഇതാ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സാധനങ്ങൾ കാണാൻ. പക്ഷെ എന്താ ആഗ്രഹിച്ചോണ്ടെന്നറിയില്ല, അത് കൂട്ടിനുള്ളിൽ കയറിയിട്ട് അത് ഇറങ്ങുന്നില്ല. ഇപ്പം കണ്ടത് അതിനെയാണ്. പിന്നെ അതൊന്നാം ഉള്ളൂ, അറിയില്ല കൂടുതലുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അത് കീന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാട്ടോ മറ്റേ സിംഹവും മറ്റേ പുലിയെല്ലാം ഉള്ളത്. പിന്നെ ഇതാ ആനയെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് ആന. പിന്നെ ഗൈസിന് അത്ര ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ പരമാവധി എടുത്തിരുന്നു. പിന്നെ അതെല്ലാം കണ്ടിതാ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ അടുത്ത് ഒരു എന്തോ സോൾട്ട് ലേക്കാ അങ്ങനെ എന്തോ ഉണ്ട് എന്നിട്ട് പിന്നെ ആർദാനയൊക്കെ കാരണം പിന്നെ അവിടേക്കും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് പോകാൻ എന്നിട്ട് അങ്ങനെ അവിടേക്ക് പോകാൻ വേണ്ടി പോകല കേട്ടോ.
പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ സോൾട്ട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം അർദാനയൊക്കെ എടുത്ത വീഡിയോ ആട്ടോ. എന്നോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കും. പിന്നെ ആകെ ക്ഷീണിച്ചുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള മൂടെല്ലാം പോയി. പിന്നെ അർദാനയൊക്കെ ആട്ടോ ഇവിടുന്ന് വീഡിയോ എല്ലാം എടുത്തുന്നത്. ഇത് കണ്ടോ, ഇത് ഉപ്പാന്ന്. ഇത് വെയിലത്ത് ഇതായി എന്നാണ് പറയുന്നത്, ഉറച്ചെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറം തന്നെ മറ്റേ ഡെസേർട്ടാട്ടോ. അങ്ങനെ ഇത് ഉപ്പാട്ടോ. ഇതാണ് സോൾട്ട് ലേക്ക്. ഇതിനെയാണ് സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറപ്പുറമൊക്കെ വെള്ളം തടാകം പോലെയെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഉറച്ച് നിന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ മേലോട്ടെല്ലാം നടക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എന്താ അങ്ങ് ദൂരെ ആൾക്കാരെല്ലാം ഉണ്ട്, അവരൊക്കെ അങ്ങ് നടന്നു പോയതാട്ടോ. ഇത് ഇത്ര താവൂലടാ, ഇത് താവൂല. ചോ പ്യുവർ സാൾട്ട്. അപ്പോൾ അത്രയുള്ള ഗൈസ്. ഇവിടുന്ന് പിന്നെ തിരിച്ച് പോയേട്ടോ. പിന്നെ തിരിച്ച് റൂമിലേക്കിന് പോയി. പിന്നെ ബ്രദറിന് മടങ്ങണം കേട്ടോ. അപ്പോൾ ഇതാ ഫുഡ് പിന്നെ രാവിലെ കഴിച്ചു തന്നുള്ളൂ, പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ നേരെ നമ്മളവിടെ എത്തി KFCയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയാണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും പരമാവധി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും കാണാം. ബൈ.